തൃശൂർ നഗരത്തിലെ ഓരോ മുക്കും മൂലയും വൃത്തിയാക്കുന്നവർ, നഗരത്തെ ആരോഗ്യത്തോടെ ജീവിക്കാൻ താങ്ങായി നിൽക്കുന്നവർ, അവരെല്ലാം ഒത്തുകൂടി തൃശൂർ മേയർക്കൊപ്പം തെക്കേ ഗോപുരനടയിൽ. മാലിന്യമുക്ത കേരളം എന്ന പ്രഖ്യാപനം സംസ്ഥാന തലത്തിൽ വരുന്നതിന് ഒരുപടി മുൻപേ എത്താനാണ് തൃശൂർ കോർപ്പറേഷന്റെ ശ്രമം. മാർച്ച് 31 സർക്കാർ നമ്മളോട് ആഗ്രഹിച്ചതെങ്കിൽ അതിന് ഒരു ദിവസമെങ്കിലും മുമ്പ് നമ്മൾ എത്തണം. അത് ഞങ്ങൾ ഡിക്ലറേഷൻ നടത്തും. ഞങ്ങൾക്ക് ഏകദേശം ഒരു 85-90% കഴിഞ്ഞു. ആ പദ്ധതിക്കായുള്ള സർവ്വസന്നാഹങ്ങളും തേക്കിൻകാട് മൈതാനത്തിലെത്തിച്ചു. ഇതിനോടകം ജോലികൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നവരുടെയും ജനങ്ങളുടെയും സഹകരണത്തോടെ സീറോ വേസ്റ്റ് തൃശൂർ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം. മാതൃഭൂമി ന്യൂസ് തൃശൂർ. ലിഷു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ലിഷോയ്, എന്തായാലും ഒരു നല്ല കാര്യം തന്നെയാണ്. അതിന് തൃശ്ശൂർ കോർപ്പറേഷൻ തന്നെ മുൻകൈ എടുക്കുന്നു എന്ന് പറയുന്നതും വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം? അപ്പോൾ നമുക്കറിയാം, ഈ പറയുന്ന തെക്കേ ഗോപുര നടയൊക്കെ തന്നെ അവിടേക്ക് ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും എത്തുന്നതാണ്. പലരും ഒന്നും നോക്കാതെ മാലിന്യമൊക്കെ വലിച്ചെറിയുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ നിർമ്മാർജ്ജനം ചെയ്തുകൊണ്ട് ഒരു മാലിന്യമുക്ത നഗരത്തിലേക്ക് തൃശ്ശൂർ ഒരുപടി മുന്നേ കടക്കുന്നത്, അതിനുള്ള തയ്യാറെടുപ്പുകൾ എങ്ങനെയാണ്? തീർച്ചയായും സീറോ വേസ്റ്റ് നഗരം എന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ അത്തരത്തിലൊരു ലക്ഷ്യത്തിലേക്ക് മുന്നേറുകയാണ് തൃശ്ശൂർ നഗരം. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു ഒത്തുചേരൽ നടന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ട പച്ച കോട്ടിട്ട ചേച്ചിമാരാണ് നമ്മുടെ നഗരം പൂർണ്ണമായും എല്ലാ മുക്കും മൂലയും ചെന്ന് വൃത്തിയാക്കി അത് നല്ല രീതിക്ക് കാത്തു സൂക്ഷിക്കുന്ന ചേച്ചിമാർ. അവരെ ഈ തെക്കേ ഗോപുരനടയിലേക്ക് എല്ലാവരെയും ഒന്നിച്ച് വിളിച്ചു കൂട്ടി അവരുമായി ഒന്നൊത്തുകൂടുക എന്നുള്ളതാണ് മേയർ ചെയ്തത്. അത് ആ ഒരു പ്രവൃത്തിയും വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം അവർക്ക് ഒരു ആത്മവിശ്വാസം പകരുക, അല്ലെങ്കിൽ അവരുടെ കൂടെ എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു ഊർജം പകരുക എന്നുള്ളൊരു പ്രവൃത്തി കൂടിയാണ് ഇതിലൂടെ കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്. എന്തായാലും അതെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ സീറോ വേസ്റ്റ് നഗരം എന്ന രീതിക്ക് തൃശ്ശൂർ നഗരത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിനോടകം തന്നെ ഒരു 80% പൂർത്തിയായി കഴിഞ്ഞു. ഇനി അധികം വൈകാതെ തന്നെ സംസ്ഥാന സർക്കാർ ഈ പദ്ധതി പൂർത്തിയാക്കുന്നതിന് മുൻപേ തന്നെ ഞങ്ങളിത് പൂർത്തിയാക്കുമെന്നുള്ള ഒരു വെല്ലുവിളി നേരത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിനോട് തൃശ്ശൂർ മേയർ നടത്തിയിരുന്നു. ആ ഒരു വെല്ലുവിളി എന്തായാലും നടപ്പാക്കുമെന്നുള്ളതാണ് മേയർ പറയുന്നത്. ആ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു മുന്നേറ്റത്തിൽ തന്നെയാണ്. അവിടെ ഈ വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ആളുകൾ മാത്രമല്ല, എന്തൊക്കെ സജ്ജീകരണങ്ങൾ സന്നാഹങ്ങൾ കോർപ്പറേഷൻ്റെ പക്കലുണ്ടോ എല്ലാം കൂടി ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് തങ്ങളുടെ ഒരു ശക്തി പ്രകടനം കൂടിയാണ് അവിടെ കാണാൻ സാധിച്ചത്. എന്തായാലും വളരെ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ചുവടുവെപ്പിൻ്റെ ഒരു അന്തിമഘട്ടം എന്നുള്ള രീതിക്കാണ് ഇത് കണക്കാക്കാൻ സാധിക്കുക. എന്തായാലും തൃശ്ശൂർ നഗരം അധികം വൈകാതെ തന്നെ സീറോ വേസ്റ്റിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ തൃശ്ശൂർക്കാരെല്ലാം. ഓക്കെ ലിഷോയെ, അപ്പോൾ ലിഷോയെ പോലെ തൃശ്ശൂരുകാരൊക്കെ ആ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ, സീറോ വേസ്റ്റ് പദ്ധതിയിലേക്ക് എത്തട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.